ഹായ് ഫ്രണ്ട്സ്, വിൻഡോ ജൂയിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSC GK ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നൽകുന്ന പങ്ക്തിയാണിത്. കേരള PSC 2020 മുതൽ 24 വരെ ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ, അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ, അതൊക്കെ ടോപ്പിക് വൈസായിട്ട്. ഇപ്പം നമ്മൾ കോശത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളും കാണുക. പ്രത്യേകിച്ച് ഈ ക്ലാസ് കാണുന്നവർ ഇതിനു മുമ്പേ ഈ കോശവുമായി ബന്ധപ്പെട്ട 2 ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കണ്ടാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 2020 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളും SCRT ടെക്സ്റ്റ് ബുക്കും കവർ ചെയ്തിട്ട് മതി നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോകല്. കാരണം 10th ലെവൽ പോലെയുള്ള എക്സാമുകളിൽ, മറ്റ് എക്സാമുകൾക്ക് നല്ല മാർക്ക് കിട്ടാനും, പ്രത്യേകിച്ച് 10th ലെവൽ പോലെയുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റാവുന്ന സാമഗ്രികൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ SCRT ടെക്സ്റ്റ് ബുക്കിലും 2020 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളിലുമുണ്ട്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോശത്തെക്കുറിച്ചിട്ടാണ്. കോശം എന്ന് പറഞ്ഞാൽ ജീവന്റെ അടിസ്ഥാന ഘടകമാണ്. അതാരാണ് കണ്ടുപിടിച്ചത്, എന്താണ് കോശ സിദ്ധാന്തം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്താ കോശത്തിനുള്ളിലുള്ളത് നമുക്കൊന്ന് പഠിക്കണ്ടേ? കോശത്തിനുള്ളിൽ എന്തെല്ലാം ഉണ്ട്? കോശത്തിനുള്ളിൽ നോക്കൂ, ആ ചിത്രം കാണുന്നുണ്ടല്ലോ. അവിടെ കോശ സ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, മർമ്മമുണ്ട്. എന്തെല്ലാമാണ് കോശത്തിനുള്ളത്? കോശത്തിനുള്ളിലുള്ളത് എന്തെല്ലാമാണ്? കോശസ്തരമുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? കോശദ്രവ്യമുണ്ട്, മർമ്മമുണ്ട്. ഞാനൊന്നുകൂടി വലുതാക്കി കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കോശത്തിനുള്ളിൽ കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്. SCRT പാഠഭാഗമാണ് കേട്ടോ. മർമ്മമുണ്ട്. കോശങ്ങൾ വൈവിധ്യമുള്ളവയാണ്. എല്ലാ കോശങ്ങളിലും വൈവിധ്യമാണ്. സസ്യകോശങ്ങളുണ്ട്, ജന്തുകോശങ്ങളിലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ കോശങ്ങളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. അതാണ് അവിടെ തന്നിട്ടുള്ളത്. അതായത് ഒരു കോശസ്തരമുണ്ടായിരിക്കും എല്ലാ കോശങ്ങളിലും, കോശദ്രവ്യമുണ്ടായിരിക്കും, മർമ്മമുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗം, മർമ്മം എന്ന് പറയുന്നത് കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നുണ്ട്. മർമ്മത്തെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രം, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം. ഇതൊക്കെ ആരുടെ പേരുകളാണ്? കോശത്തിൻ്റെ മർമ്മത്തിന് പറയുന്ന ചില പേരുകളാണ്. കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയും, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നും പറയും. കാരണം ഒരു കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും കോശമർമ്മത്തിലാണ്. കോശമർമ്മത്തിൽ നിയന്ത്രണവും ഏകോപനവും നടക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു പ്രധാന ഭാഗം നമ്മൾ ഓർക്കുകയാണെങ്കിൽ കോശസ്തരം. എന്താ കോശസ്തരം എന്ന് പറയുന്നത്? കോശസ്തരം എന്ന് പറയുന്നത് കോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ആ പുറത്ത് കാണുന്ന കോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോശസ്തരം എന്ന് പറയുന്നത്. അത് കോശത്തിൻ്റെ ആവരണമാണ്. അപ്പോൾ കോശത്തിൻ്റെ ആവരണം എന്നൊരു ചോദ്യം വന്നാൽ അത് കോശസ്തരമാണ്. കോശത്തിൻ്റെ ആവരണം ഏതാണെന്ന് ചോദിച്ചാൽ ആവരണം. കോശത്തിൻ്റെ ആവരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശസ്തരമാണ്. കോശത്തെ പൊതിഞ്ഞത് എന്നർത്ഥം കാണുന്നില്ല അല്ലേ? യെസ്, കോശത്തിൻ്റെ ആവരണമാണ്. കോശത്തിൻ്റെ ആവരണം. കോശത്തിൻ്റെ ആവരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശസ്തരമാണ്. അപ്പോൾ കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രം അത് മർമ്മം, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം അത് മർമ്മം, കോശത്തിൻ്റെ ആവരണം എന്ന് പറഞ്ഞാൽ കോശസ്തരം. ഇനി കോശദ്രവ്യമുണ്ട്. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ ഈ കോശത്തിനകത്തുള്ള എല്ലാം കൂടി ചേർന്ന് പറയുന്നതിനെ നമ്മൾ ജീവദ്രവ്യം എന്നാണ് പറയുക. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിനകത്ത്, ആ കോശത്തിൻ്റെ ആവരണത്തിനകത്ത് മർമ്മം ഒഴികെയുള്ള ഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതിനെയാണ് കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയുക. അപ്പോൾ 3 ഭാഗങ്ങളും ഓർക്കെ ആയല്ലോ. ഏതൊക്കെയാ? കോശസ്തരം, കോശത്തിൻ്റെ ആവരണം, കോശദ്രവ്യം, കോശസ്തരത്തിനകത്ത് മർമ്മം ഒഴികെയുള്ള ഭാഗം, മർമ്മം കോശത്തിൻ്റെ കേന്ദ്രം, കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം, കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രം. ഇതൊക്കെ അറിയപ്പെടുന്നത് കോശസ്തരം എന്നുള്ള പേരിലാണ്. അപ്പം കോശങ്ങളിൽ വൈവിധ്യമുണ്ട്. 2 തരത്തിലുള്ള കോശങ്ങൾ നിങ്ങൾ കണ്ടോ? ഒന്ന് ജന്തുകോശമാണ്, മറ്റൊന്ന് എന്താണ്? സസ്യകോശമാണ്.
ജന്തുകോശത്തിൽ ഇല്ലാത്തതും സസ്യകോശത്തിലുള്ളതുമായ രണ്ടാളുകളെ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ടോ? അത് ജന്തുകോശത്തിലുണ്ട്, പക്ഷേ എന്തിലില്ല? സസ്യകോശത്തിലില്ല. അങ്ങനത്തെ രണ്ടാളുകളെ കാണുന്നുണ്ടോ? അതേതെല്ലാമാണ്? ജന്തുകോശത്തിൽ ഹരിതകമില്ല, പക്ഷേ സസ്യകോശത്തിൽ നിങ്ങൾക്ക് അവിടെ ഹരിതകത്തെ കാണാം. ജന്തുകോശത്തിൽ എന്തില്ല? ഹരിതകമില്ല, പക്ഷേ സസ്യകോശത്തിൽ നിങ്ങൾക്ക് എന്തിനെ കാണാം? ഹരിതകത്തെ കാണാം. വേറൊരു കളർ ഉപയോഗിക്കാം. ഒരു മിനിറ്റ്, മഞ്ഞ ഉപയോഗിച്ച് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഇപ്പം കാണുന്നുണ്ട് അല്ലേ? ഹരിതകം, സൈറ്റോപ്ലാസം എന്നറിയപ്പെടും. ഈ ഹരിതകം, സൈറ്റോപ്ലാസം, ഹരിതകം എന്തിനു സഹായിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് ഈ ഹരിതകമാണ്. ഇത് സസ്യകോശത്തിലുണ്ട്, എന്നാൽ എന്ത് കോശത്തിലില്ല? ജന്തുകോശത്തിലില്ല. ഇനി എല്ലായിടത്തും എന്തുണ്ട്? മർമ്മമുണ്ട്. എല്ലാറ്റിലും എന്തുണ്ട്? മർമ്മമുണ്ട്. ജന്തുകോശത്തിലും സസ്യകോശത്തിലും മർമ്മമുണ്ട്. കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ മർമ്മം ഒഴികെ കോശസ്തരത്തിനകത്തുള്ള എല്ലാ ഭാഗങ്ങളും ചേർന്ന കോശദ്രവ്യം ജന്തുകോശത്തിലും സസ്യകോശത്തിലുമുണ്ട്. കോശസ്തരമുണ്ട്. കോശസ്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ആവരണമാണ്, കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. അതുപോലെ ഫേനവുമുണ്ട്, പക്ഷെ ഹരിതകം സസ്യകോശത്തിലേ ഉള്ളൂ, ജന്തുകോശത്തിലില്ല. മറ്റൊന്നാണ് കോശഭിത്തി. കോശഭിത്തി എന്ന് പറയുന്നത്, കോശഭിത്തി ഓർത്തിരിക്കുക, കോശഭിത്തി സസ്യകോശത്തിൽ മാത്രമാണുള്ളത്. ജന്തുകോശത്തിൽ കോശഭിത്തി ഇല്ല. ജന്തുകോശത്തിൽ എന്തില്ല? കോശഭിത്തി ഇല്ല. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ്. PSC ചോദിച്ചിട്ടുണ്ടേ, ഓർത്തു വെക്കണം. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ്, ദഹിക്കാത്ത ധാന്യകം എന്ന് പറയും. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പൊ രണ്ട് കോശവും കാണാൻ ഭംഗിയുണ്ടല്ലേ, പക്ഷെ രണ്ടും വ്യത്യസ്തമാണ്. രണ്ടിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട്. മർമ്മമുണ്ട്, കോശദ്രവ്യമുണ്ട്, ഫേനമുണ്ട്, അതുപോലെ തന്നെ കോശസ്തരമുണ്ട്. ഫേനവുമായി ബന്ധപ്പെട്ട ചോദ്യം 2021 PSC ചോദിച്ചിട്ടുണ്ട്. മെയിൻസിന്, LDC മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നിന്നൊരു മാർക്ക് പോരുത് നിങ്ങൾക്ക്. നമ്മൾ മുഴുവൻ പഠിക്കണ്ട, വേണ്ടത് മാത്രം പഠിപ്പിച്ചു പോകുന്ന ഒരു ക്ലാസ് ആണിത്. ഇപ്പൊ കോശഭിത്തി സസ്യകോശങ്ങൾക്ക് മാത്രമാണ്. കോശഭിത്തി എന്ന് പറഞ്ഞാൽ കോശസ്തരം കൂടാതെ കോശത്തിനുള്ളൊരു അധിക പാളിയാണ്. സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു അധിക പാളിയാണ്. അത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിതമാണ്. ജന്തുകോശത്തിൽ എന്തില്ല? കോശഭിത്തിയില്ല. കോശസ്തരം ഇട്ട എല്ലായിടത്തും. അതുപോലെ തന്നെ ഹരിതകവുമില്ല. മറ്റൊന്നാണ് ക്ലോറോപ്ലാസ്റ്റുകൾ. ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയും, ജീവകണങ്ങൾ എന്ന് പറയും. പ്ലാസ്റ്റിഡുകൾ പൊതുവായി സസ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. പ്ലാസ്റ്റിഡുകൾ എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. അതിലൊന്നാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിതകം. ഹരിതകം ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യകോശങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഓക്കെ, ഞാനിതൊന്ന് ചെറുതാക്കട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു മിനിറ്റ്, ഒന്ന് ചെറുതാകട്ടെ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അപ്പോൾ പ്ലാസ്റ്റിഡുകൾ സസ്യകോശങ്ങളിൽ, ക്ലോറോപ്ലാസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിഡുകളുണ്ട് സസ്യകോശങ്ങളിൽ. എന്നാൽ ജന്തുകോശങ്ങളിൽ എന്തില്ല? പ്ലാസ്റ്റിഡുകളില്ല. പ്ലാസ്റ്റിഡുകൾ വർണ്ണകങ്ങൾ, അല്ല എന്താ പറയുക, വർണ്ണകണികകൾ എന്ന് പറയാം. ജീവികളുടെ വലിപ്പം എന്തിനെ ആശ്രയിച്ചിട്ടാ? ഒരു ജീവി വലുതാണ് ചെറുതാണ് എന്ന് പറയാ. കോശം വലുതായാൽ, ഇപ്പം മനുഷ്യൻ ബഹുകോശ ജീവിയാണ്, ആനയും ബഹുകോശ ജീവിയാണ്, ഉറുമ്പ് ബഹുകോശ ജീവിയാണ്. ഉറുമ്പ് ചെറുതാണ്, മനുഷ്യൻ അതിനേക്കാൾ വലുതാണ്, അതിനേക്കാൾ വലുതാണ് ആന, അതിനേക്കാൾ വലുതാണ് തിമിംഗലം. അപ്പം ഇതിലെ കോശങ്ങളുടെ വലിപ്പമാണോ, കോശങ്ങളുടെ എണ്ണത്തിന്റെ വലിപ്പമാണോ ജീവികളുടെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നത്? ഓർക്കുക, ജീവികളുടെ വലിപ്പം എന്ന് പറയുന്നത് കോശത്തിന്റെ എണ്ണത്തെ ആശ്രയിച്ചിട്ടാണ്.
എല്ലാ കോശങ്ങളും ഏകദേശം വളരെയധികം ചെറുതാണ്. ഏകദേശമല്ല, നല്ല ചെറുതാണ്. കോശത്തിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ജീവികളുടെ വലിപ്പത്തിൽ പ്രതിഫലിക്കുന്നത്. ഈ കോശങ്ങൾ എന്തെല്ലാം ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്? കോശങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അന്യവസ്തുക്കളെ പ്രതിരോധിക്കും. നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ലഭിക്കുന്ന പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നുണ്ട്. കോശത്തിൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഊർജത്തെ സ്വതന്ത്രമാക്കുക. നമുക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് കോശങ്ങളാണ്. ഊർജം സ്വതന്ത്രമാക്കുന്നു. എന്താ ഊർജം സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ കോശങ്ങൾ, ഇത്തിരി പോന്ന കോശങ്ങൾ, ഇത്തിരി കുഞ്ഞൻ കോശങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. എന്താണ് ഈ ഊർജം സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ദഹനം എവിടെ നിന്ന് ആരംഭിക്കുന്നു? PSC ചോദ്യമാണ്. ദഹനം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ദഹനം വായയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. എന്താണ് ദഹനം എന്ന് പറഞ്ഞാൽ? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തെ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഉമിനീര് കൂടിക്കലർന്ന് നമ്മൾ പല്ലുകൊണ്ട് ചവച്ചരച്ച് ചെറുഘടകങ്ങളാക്കി നമ്മുടെ അന്നനാളത്തിലൂടെ അതെവിടേക്ക് എത്തുന്നു? ആമാശയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ദഹനം തുടങ്ങുന്നത് ആമാശയത്തിൽ നിന്ന് മാത്രമല്ല, ദഹനം വായയിൽ നിന്ന് തുടങ്ങുന്നു. ആമാശയത്തിലെത്തുമ്പോൾ അത് കുറച്ചുകൂടി സജീവമാകുന്നു. എന്നിട്ട് ആമാശയത്തിൽ വെച്ച് ദഹനം അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അത് ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനം അവസാനിക്കുന്നത്. ചെറുകുടലിൽ ചെല്ലുമ്പോഴും ഈ ദഹനം നടക്കുന്നുണ്ട്. ചെറുകുടലിനെ പൊതിഞ്ഞ് ഒരുപാട് രക്തലോമികളുണ്ട്. ആ രക്തലോമിയകൾ ഈ പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നു. അപ്പം ദഹനം എന്താണ് ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തെ നമ്മുടെ ചെറുകുടലിനെ പൊതിഞ്ഞിട്ടുള്ള രക്തലോമികകൾക്ക് ആഗിരണം ചെയ്യാൻ പറ്റാവുന്ന പാകത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെ ഈ രക്തലോമികകൾ സ്വീകരിക്കുന്ന പോഷകങ്ങൾ രക്തപര്യവഹന വ്യവസ്ഥയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങളിൽ എത്തുന്നു. ആ കോശങ്ങളിൽ വെച്ച് ഈ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നു. അപ്പോൾ ഊർജം സ്വതന്ത്രമാക്കൽ എന്തിൻ്റെ ഒരു ധർമ്മമാണ്? കോശത്തിൻ്റെ ഒരു ധർമ്മമാണ്. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നുണ്ട്. വ്യത്യസ്ത ഇനം ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നുണ്ട്. പ്രോട്ടീൻ ഒരു ജൈവ തന്മാത്രയാണ്. അത് കോശത്തിനകത്ത് വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പം ജൈവ തന്മാത്രകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് കോശത്തിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പം കോശം ചില്ലറക്കാരനല്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നുണ്ട്. ജൈവ തന്മാത്രകൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഈ കോശങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനം എന്താ? കോശശ്വസനം എന്ന് പറഞ്ഞാലപ്പോൾ കോശശ്വസനം എന്ന് പറയുന്നത് കോശങ്ങളിൽ വെച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ്. നമുക്ക് വിശദമായി പഠിക്കാം ഈ ക്ലാസ്സിൽ തന്നെ. ഞാനൊന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. കാരണം ഊർജ സ്വതന്ത്രമാക്കൽ കോശത്തിൻ്റെ ഒരു ധർമ്മമാണ്. അപ്പം കോശശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്ന്? നമ്മുടെ പോഷകങ്ങളിൽ നിന്ന് കോശത്തിൽ വെച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ ഊർജം കോശത്തിൻ്റെ ഊർജ കറൻസി എന്നറിയപ്പെടുന്നു. അങ്ങനെ സ്വതന്ത്രമാക്കുന്ന ഊർജം ATP തന്മാത്രകളായിട്ടാണ്. ATP തന്മാത്ര എന്താ? ATPയുടെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തു വെച്ചോളൂ. ATP തന്മാത്ര പലതവണ ചോദിച്ചതാണ്. ATPയുടെ മുഴുവൻ ഫോർമുലയും മുഴുവൻ ഫോമും അറിഞ്ഞിരിക്കണം. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതാണ് ATP എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ പേര്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ കോശശ്വസനം എന്ന് പറയുന്നത് പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ്. അങ്ങനെ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന തന്മാത്രകളാണ് ATP തന്മാത്രകൾ. ആ ATP തന്മാത്രകൾക്ക് പറയുന്ന പേര് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ഈ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിന് വളരെയധികം ശ്രദ്ധിക്കുക, മറ്റൊരു പേരുണ്ട്, പലതവണ ചോദിച്ചതാണ്. ഊർജ കറൻസി എന്നറിയപ്പെടുന്നു. ഊർജ കറൻസി. ഇപ്പം നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി പ്ലാൻ വെച്ച് കൃത്യമായ ചോദ്യങ്ങൾ വെച്ച് മുഴുവൻ സബ്ജക്റ്റും 10th ലെവൽ എക്സാമുകൾക്ക് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട് നമുക്ക്. 3500 രൂപയുടെ കോഴ്സ്. നിങ്ങൾ എത്ര രൂപയാണ് അതിൽ ചേരുമ്പോൾ ഞങ്ങൾക്ക് തരുന്നത്? 3500 രൂപയുടെ ഒരു കറൻസി തരുന്നു. അല്ലെങ്കിൽ 3500 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു പണം നിങ്ങൾ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പണം ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
ഞാൻ ആ പണം, നിങ്ങളിങ്ങനെ വെറുതെ സങ്കല്പിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് ആ പണം എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, എൻ്റെ കയ്യിലെത്തി. ആ പണം ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പലചരക്ക് കടയിൽ നിന്നും പച്ചക്കറി കടയിൽ നിന്നും എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ നിങ്ങൾ തന്ന 3500 എൻ്റെ അടുത്തെത്തി. എൻ്റെ കാര്യം അതുകൊണ്ട് നടന്നു, നിങ്ങളുടെ കാര്യം അതുകൊണ്ട് നടന്നു, ക്ലാസ് കിട്ടുക എന്നുള്ളത്. എൻ്റെ കാര്യം നടന്നു, ഞാനത് പലചരക്ക് പച്ചക്കറി കടയിൽ കൊടുത്തു. പലചരക്ക് പച്ചക്കറി കടക്കാരൻ എന്ത് ചെയ്യുന്നു? പലചരക്ക് പച്ചക്കറി കടക്കാരൻ എന്ത് ചെയ്യുന്നു? ആ 3500 രൂപ മേടിച്ച് ഉപയോഗിച്ചും കൊണ്ട് ഒരു ബൈക്ക് വാങ്ങും, ഒരു ഗഡു അടയ്ക്കുന്നു. വെറുതെ ആലോചിക്കുക, അയാളുടെ ബൈക്കിൻ്റെ ഒരു ഗഡു അടയ്ക്കുന്നു. അപ്പം അയാളുടെ ഒരു കാര്യം നടന്നു, ബൈക്കിനുള്ള ഗഡു അടച്ചു എന്നുള്ളത്. ആ ഗഡുവിൽ നിന്ന് 3500 റുപ്യ കിട്ടിയപ്പോൾ നിങ്ങൾ ആ ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ 3500 റുപ്യ തിരിച്ചു ലഭിക്കുന്നു. ഇപ്പം നിങ്ങൾ കൊടുത്ത 3500 റുപ്യ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തി. പക്ഷേ ആ 3500 രൂപ നോക്കൂ, കറൻസി പോയത് എവിടേക്കാണ്? നമ്മുടെ എല്ലാവരുടെയും ആവശ്യം നിറവേറ്റി മൂപ്പര് തിരിച്ചെത്തി. ഇങ്ങനെ ലോകത്തെ മൊത്തം എടുക്കുകയാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പൈസ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഊർജ്ജ കറൻസിയും സൂര്യനിൽ നിന്ന് പ്രകാശ സംശ്ലേഷണം ഉപയോഗിച്ചും കൊണ്ട് എന്തുണ്ടാക്കുന്നുണ്ട്? സസ്യങ്ങൾ സ്വപോഷികളാണ്. സസ്യങ്ങളെയാണ് സ്വപോഷികൾ എന്നറിയപ്പെടുന്നത്. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. നമ്മളൊന്നും നിർമ്മിക്കുന്നില്ല. നമ്മൾ ഈ സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടോ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ച മറ്റ് നോൺ വെജ് കഴിച്ചുകൊണ്ടോ ആണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സ്വപോഷികൾ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളാണ്. ഈ ഊർജ്ജമാണ്, ഈ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ATP ആവുന്നു. പിന്നീട് അതൊരു പുഴു കഴിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പുഴുവിനായി ATP കിട്ടുന്നു. ആ പുഴുവിനെ ഒരു കോഴി കഴിക്കുന്നു, അപ്പോൾ ആ കോഴിക്കായി ATP കിട്ടുന്നു. കോഴീനെ നമ്മൾ കഴിക്കുന്നു, അപ്പോൾ നമുക്കായി ATP കിട്ടുന്നു. പിന്നെ നമ്മൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ആ ATP ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മരിച്ച് മണ്ണടിയുമ്പോൾ ആ ATP ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്നു. അത് വീണ്ടും സസ്യങ്ങൾക്ക് മറ്റ് പല പോഷക പദാർത്ഥങ്ങളായിട്ട് കിട്ടും. ഇതിങ്ങനെ, അപ്പം ഇത് ഊർജ്ജ കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. എന്താ അതിൻ്റെ ഫുൾ ഫോം? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശങ്ങളിൽ ATP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കോശ ശ്വസനം വഴി. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഊർജ്ജ കറൻസിയാണ് ATP എന്നറിയപ്പെടുന്നത്. പിന്നെ പലതരത്തിലുള്ള ജൈവ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന തന്മാത്രകളാണ്. ഇതൊക്കെ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. കാർബോഹൈഡ്രേറ്റുകൾ ജീവതന്മാത്രയാണ്. നമുക്ക് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്. ധാന്യങ്ങൾ ഊർജോൽപാദനത്തിന്റെ പ്രധാന കേന്ദ്രമാണ് കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത് ഊർജോൽപാദനത്തിന്റെ പ്രധാന ഭാഗമാണ് കാർബോഹൈഡ്രേറ്റുകൾ. കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നുണ്ട്, മറ്റൊരു ജീവതന്മാത്രയാണ്. ഊർജ നിർമ്മാണം നടക്കുന്നുണ്ട് കോശത്തിൽ. ഇപ്പൊ കോശം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരനല്ല എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകളുടെ ശൃംഖലയാണ് കേട്ടോ, ഓർത്തു വെച്ചോളൂ. പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് നന്നായി പഠിക്കുമ്പോൾ പറയാം. പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ഈ ജൈവ തന്മാത്രകളെല്ലാം തന്നെ കാർബണാണ്, തന്മാത്രയാണ്. എന്താണ് തന്മാത്ര എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ ഒരു എന്തായി മാറി? ജലതന്മാത്രയായി മാറി. ഇതുപോലെ ജൈവ തന്മാത്രകൾ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാലും തന്മാത്രയാണ്, വിവിധ മൂലകങ്ങൾ ചേർന്നിട്ട്. ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത്. കാർബണിന്റെ ഇന്ദ്രജാലമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളുടെ ശൃംഖലകളാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണ് എന്ത് നിർവഹിക്കുന്നത്? പ്രോട്ടീനുകൾ നിർവഹിക്കുന്നത്. മറ്റൊന്ന് കോശങ്ങളിൽ ഉണ്ടാകുന്നതാണ് ലിപ്പിഡുകൾ. നമുക്ക് ആവശ്യമാണ്. എണ്ണ, കൊഴുപ്പ് എന്ന് പറയാം. ലിപ്പിഡുകൾ എന്ന് പറഞ്ഞാൽ എണ്ണ ഉണ്ട്, അതുപോലെ തന്നെ കൊഴുപ്പുണ്ട്. ഇത് ജൈവ തന്മാത്രയാണ്. ഇത് കോശത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ന്യൂക്ലിയോയിഡുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ജൈവ തന്മാത്രകൾക്ക് ജീവജാലങ്ങളിൽ നിരവധി പ്രധാന പ്രവർത്തനങ്ങളുണ്ട്. പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഇതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. അത് ഊർജം സംഭരിക്കും. മനസ്സിലായില്ലേ? ഊർജം നിർമ്മിക്കുക മാത്രമല്ല കോശത്തിൽ നടക്കുന്നത്, ഊർജം സംഭരിക്കുന്ന പ്രക്രിയയും കോശത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കോശത്തിനുള്ളിൽ ഇങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. കോശത്തിനുള്ളിൽ ഇങ്ങനെ നടക്കുന്ന മുഴുവൻ പരിപാടികളും പല കോശാംഗങ്ങളും
കോശത്തിലെ പല ഘടകങ്ങളും ചേർന്നാണ് നടത്തുന്നത്. ഇങ്ങനെ കോശത്തിനുള്ളിലുള്ള മുഴുവൻ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ജീവദ്രവ്യം, പ്രോട്ടോപ്ലാസം. കോശത്തിനകത്തുള്ള മുഴുവൻ പദാർത്ഥങ്ങളെയും ചേർത്ത് നിർവഹിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അതിനുള്ളിലുള്ള സകല സാധനങ്ങളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. കോശത്തിനകത്ത് നമ്മളൊരു മർമ്മമുണ്ടെന്ന് പഠിച്ചല്ലോ. കോശത്തിനകത്ത് ഒരു മർമ്മമുണ്ട്. അപ്പൊ ഈ കോശത്തിനകത്തുള്ള മർമ്മം, കോശത്തിനകത്തുള്ള സകല സാധനങ്ങളും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. ഈ കോശത്തിനകത്ത് ഉള്ള മർമ്മമാണ്ട് ഒഴിവാക്കിയാൽ, മർമ്മത്തെ പിടിച്ചാണ്ട് ഒഴിവാക്കുക, ബാക്കി കോശത്തിനകത്തുള്ള എല്ലാ സാധനങ്ങളെയും കൂടി ചേർന്ന് പറയുന്ന പേരാണ് കോശദ്രവ്യം. അവിടെ മർമ്മമില്ല, മർമ്മമൊഴികെയുള്ള സൈറ്റോപ്ലാസം എന്നാണ് അതിൻ്റെ പേര്. ഈ സൈറ്റോപ്ലാസമാണ് കോശത്തിൻ്റെ 70% മുതൽ 80% വരെ. അപ്പോൾ കോശത്തിനകത്തൊരു മർമ്മമുണ്ട്. മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം, മർമ്മമാണ് കോശത്തിൻ്റെ എന്തെന്ന് പറയുന്നത്, ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുന്നത്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം, കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുന്നത്. ഈ മർമ്മം ഒഴിവാക്കി കോശത്തിനകത്തുള്ള സകല സാധനങ്ങളെയും ചേർത്താൽ നമ്മൾ എന്തെന്ന് പറയുന്നു, കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം എന്ന് പറയും. എല്ലാം കൂടി, കോശത്തിനകത്തുള്ള എല്ലാത്തിനും കൂടി അറിയപ്പെടുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. അപ്പോൾ പ്രോട്ടോപ്ലാസത്തിൽ കോശദ്രവ്യവുമുണ്ട്. ഇനി മർമ്മത്തിനുള്ളിലുള്ള സകല സാധനങ്ങളെയും കൊടുത്ത് നമ്മൾ മർമ്മദ്രവ്യം എന്ന് പറയുന്നു, ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നു. ഈ മർമ്മദ്രവ്യവും കോശദ്രവ്യവും കൂടി ചേർന്നാൽ ജീവദ്രവ്യമായിട്ട് മാറി. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താ ജീവദ്രവ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താ ജീവദ്രവ്യം എന്ന് പറയുന്നത്? കോശത്തിനകത്തുള്ള എല്ലാ ഘടകങ്ങളെയും ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്, ജീവദ്രവ്യം എന്ന് പറയുന്നത്. അപ്പൊ ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ജീവദ്രവ്യം എന്ന് പറയുന്നത് അഥവാ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് കോശദ്രവ്യവും അതുപോലെ തന്നെ മർമ്മദ്രവ്യവും ചേർന്നതാണ്. ഈ ജീവദ്രവ്യത്തിൽ പ്രധാനമായിട്ടുമുള്ളത് എന്താണ്? ജലം, ലവണങ്ങൾ, പ്രോട്ടീനുകൾ തുടങ്ങിയവയൊക്കെ തന്നെയാണ് ജീവദ്രവ്യത്തിൽ. മനസ്സിലായില്ലേ? ജലമുണ്ട്, ലവണമുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ജീവദ്രവ്യമാണ് കോശത്തിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങൾക്കും ആധാരം. കോശത്തിന് ഒരു പ്രത്യേക ആകൃതി നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജീവദ്രവ്യമാണെന്ന് പറയാം. ഇനി കോശദ്രവ്യമുണ്ട്, അത് കോശസ്തരത്തിനുള്ളിൽ, കോശസ്തരം എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റെ ആവരണം, കോശത്തിൻ്റെ ആവരണമായ കോശസ്തരം. ആ കോശസ്തരത്തിനുള്ളിൽ, എന്നാൽ മർമ്മസ്തരം ഒഴികെ, കോശസ്തരത്തിനുള്ളിൽ എന്തൊഴികെ? മർമ്മസ്തരത്തിനുള്ളിലുള്ള ഒഴികെ ഉള്ള എല്ലാം കൂടി ചേർന്നതാണ്, മർമ്മദ്രവ്യം ഒഴികെ ഉള്ളത് ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, കോശദ്രവ്യം. മറന്നു പോകണ്ട, കോശദ്രവ്യം സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നത്. എന്തൊരു ബുദ്ധിമുട്ട്, രസകരമായൊരു ഭാഗമല്ലേ? അപ്പോൾ കോശദ്രവ്യത്തിൽ എന്തുണ്ട്? കോശാംഗങ്ങളുണ്ട്, ഒട്ടനവധി കോശാംഗങ്ങളുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോശാംഗങ്ങളെ കുറിച്ച് പഠിക്കാം. നമുക്കിപ്പോൾ മർമ്മത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇപ്പം മർമ്മദ്രവ്യത്തിലോ, മർമ്മദ്രവ്യത്തിൽ എന്ന് പറയുന്നത് എന്തെല്ലാം ഉണ്ട്? മർമ്മദ്രവ്യത്തിൽ നമുക്കറിയാം, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണത്, കോശത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ്. മർമ്മത്തിനുള്ളിലാണ് കോശത്തിന്റെ ജനിതക വസ്തുവായ DNA ഉള്ളത്. കോശത്തിന്റെ ജനിതക വസ്തുവായ DNA ഉള്ളത് കോശത്തിന്റെ മർമ്മത്തിലാണ്. ഓർത്തു വയ്ക്കുക. DNA-യിൽ നിന്ന് RNA രൂപം കൊള്ളുന്നുണ്ട്. അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏകദേശ ചിത്രം. നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഇതാണ് മർമ്മം. ഈ മർമ്മത്തിനുള്ളിലാണ് മർമ്മദ്രവ്യം. ഇതിനെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ജീവദ്രവ്യമായിട്ട് മാറി. ഇതാണ് കോശസ്തരം, കോശത്തിന്റെ ആവരണം എന്ന് പറയുന്നത്. ഈ പറയുന്നതിനെയാണ്. അപ്പം അത് സെറ്റായാലോ? ഈ ഭാഗം നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് കോശത്തെ ഒന്നുകൂടി കാണാം. ഇത് എന്തെല്ലാം ഉണ്ട് ഇവിടെ? മർമ്മമുണ്ട്. മർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോശത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ്. മർമ്മമുണ്ട് ഇവിടെ. കോശസ്തരമുണ്ട്. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. റൈബോസോം എന്ന് പറയുന്ന ഒരാളുണ്ട്. റൈബോസോം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് റൈബോസോമാണ്. ഓർത്തു വെക്കുക. പുതിയ ചില ആളുകളെ നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. റൈബോസോം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. കോശദ്രവ്യം നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഹരിതകണം. എന്താ ഹരിതകണത്തിന്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ കണ്ടു. സസ്യകോശത്തിലുള്ളതും ജന്തുകോശത്തിൽ ഇല്ലാത്തതുമായ ഭാഗം ഹരിതകണം, ക്ലോറോപ്ലാസം. കോശഭിത്തി. ഈ കോശഭിത്തിയും എന്തിലേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ, ജന്തുകോശത്തിലില്ല. മൈറ്റോകോൺട്രിയോണിൽ വെച്ചിട്ടാണ് പ്രധാനമായും ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോശത്തിന്റെ പവർ ഹൗസ്, ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമല്ലേ ഊർജ്ജ നിലയം എന്ന് വിളിക്കുക. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. പിന്നെ അവിടെ ഫേനം 2021 LDCക്ക് ചോദിച്ചു. ഫേനത്തെ പൊതിഞ്ഞ ആവരണമാണ് ചോദിച്ചത്. നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഗോൾജി കോംപ്ലക്സ്. ഇങ്ങനെ ഒട്ടനവധി കോശഘടകങ്ങളുണ്ട്, കോശാംഗങ്ങളുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ കോശമാ? സസ്യകോശമാ ജന്തുകോശമാ? ഇത് സസ്യകോശമാണ്. കാരണം സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഹരിതകണവും സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശഭിത്തിയും എവിടെ കാണപ്പെടുന്നു? ഇതിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇത് സസ്യകോശമാണ്. കോശഭിത്തി നിർമ്മിച്ചത് സെല്ലുലോസ് ആണെന്നുള്ളത് മറന്നു പോകണ്ട. അത് മറന്നു പോകണ്ട. ഇനി നമുക്ക് മർമ്മത്തിലേക്ക് പോകാം. എന്താണ് മർമ്മം? എന്തിനെയാണ് നമ്മൾ മർമ്മം എന്ന് പറയുന്നത്? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണല്ലോ അല്ലേ? കോശത്തിന്റെ ബുദ്ധി കേന്ദ്രമാണല്ലോ. കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഊർജത്തെ മോചിപ്പിക്കുക, ഊർജ തന്മാത്രകളെ മോചിപ്പിക്കുക, ATP ഉണ്ടാക്കുക, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മർമ്മമാണ്. പ്രത്യേകം ഓർത്തു വയ്ക്കുക. എന്തൊക്കെയാണ് മർമ്മം ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നു. ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കോശത്തിനുള്ളിൽ, അസംഖ്യം ജീവൽ പ്രവർത്തനം. ആ കോശത്തിനുള്ള ജീവൽ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു, ഏകോപിപ്പിക്കുന്നു. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യുന്നു? എഴുതുന്നു. ഓരോ ഭാഗമായിട്ടുള്ള സ്ലൈഡുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ ഏകോപിപ്പിക്കുന്നില്ലേ? ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞാൻ വർത്തമാനം പറയുന്നു, കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അതിനിടയിൽ എഴുതുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? ഇതുപോലെ കോശത്തിനകത്തും അനവധി ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ആര്? കോശത്തിന്റെ മർമ്മം. ആ ജീവൽ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഒന്നുപോലെ ഏകോപിപ്പിച്ചു കൊണ്ടുപോയാലേ ഇതൊക്കെ ഒരു രസകരമായ കാര്യമായിട്ട് പോവുള്ളൂ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ സ്ലൈഡ് നീക്കിയിട്ടില്ലെങ്കിൽ അപ്പം അതൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മർമ്മമാണ്. അതുകൊണ്ട് കോശത്തിൻ്റെ ബുദ്ധി കേന്ദ്രമെന്നും കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമെന്നും മർമ്മം അറിയപ്പെടുന്നു. ഓക്കെ. കോശത്തിൽ ഉള്ളിൽ വിവിധ മാംസ്യ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾ കോശത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. കോശത്തിനുള്ളിൽ വിവിധ മാംസ്യ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ഏതാണ് അതിൻ്റെ പേര്? മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. മർമ്മത്തിലൊരു ക്രൊമാറ്റിൻ ജാലികയുണ്ട്. ആ ക്രൊമാറ്റിൻ ജാലികയുടെ നിയന്ത്രണത്തിലാണ് കോശത്തിൽ വിവിധ പ്രോട്ടീൻ തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നത്. ഈ പ്രോട്ടീൻ തന്മാത്രകൾക്ക് കോശത്തിന്റെ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ കോശത്തിൽ പ്രോട്ടീൻ തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാടെണ്ണം അങ്ങനെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ പ്രോട്ടീൻ തന്മാത്രകൾ കോശത്തിന്റെ വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നതിൽ, ഇവയുടെ നിർമ്മാണം നടക്കുന്നതിൽ മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലിക, മർമ്മം
ആ മർമ്മത്തിൽ ഉള്ള ഒരു സംഭവമാണ് ക്രൊമാറ്റിൻ ജാലിക. ആ ക്രൊമാറ്റിൻ ജാലികയിൽ ഉള്ള എന്താണ്, ആ ജാലികയിലുള്ള ജനിതക വസ്തുക്കൾക്ക് വലിയ പങ്കുണ്ട്. ജനിതക വസ്തുക്കൾക്ക് വലിയ പങ്കുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രോട്ടീൻ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻ തന്മാത്രകൾക്ക് കോശത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. ഈ പ്രോട്ടീൻ തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്നതിൽ മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജനിതക പദാർത്ഥങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഓർത്തു വയ്ക്കുക. അപ്പോൾ മർമ്മത്തിൽ എന്തെല്ലാം ഉണ്ട് നമുക്കൊന്നുകൂടി നോക്കാം. മർമ്മത്തിൽ എന്തെല്ലാം ആളുകളാണുള്ളത്? ഞാനൊന്ന് വലുതാക്കി കാണിച്ചു തരാം മർമ്മത്തിലുള്ള ആളുകളെന്നെ. മർമ്മത്തിലുള്ള ഒരാളാണ് മർമ്മകം. അതിൻ്റെ നടുവിൽ കണ്ടുവോ? മർമ്മം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? മർമ്മത്തിനുള്ളിലുള്ള ദ്രാവക ഭാഗം ഉണ്ട്, അതാണ് മർമ്മകം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു. മർമ്മത്തിനുള്ളിൽ ദ്രാവക ഭാഗമാണ് മർമ്മകം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം, മർമ്മത്തിനുള്ള ദ്രാവക ഭാഗമല്ലട്ടെ, മർമ്മത്തിനുള്ള ദ്രാവക ഭാഗമുണ്ട്, മർമ്മത്തിനുള്ളിൽ മർമ്മകമുണ്ട്, ക്രൊമാറ്റിൻ ജാലികയുണ്ട്. അപ്പൊ 3 ആളുകളാണ് മർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്നത്. ഏതെല്ലാമാണ്? മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗം, മർമ്മകം, ക്രൊമാറ്റിൻ ജാലിക. അപ്പൊ മർമ്മകം എന്ന് പറഞ്ഞാൽ എന്താ? മർമ്മകം എന്ന് പറഞ്ഞാൽ അത് ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. മർമ്മകം ഇവ റൈബോസോമുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ റൈബോസോമുകളാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു റൈബോസോമുകൾ. നമ്മൾ വിശദമായിട്ട് റൈബോസോമിനെ കുറിച്ച് പഠിക്കും. റൈബോസോമുകൾ പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നു. മർമ്മകം റൈബോസോമുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോ മർമ്മദ്രവ്യം എന്താ? മർമ്മദ്രവ്യം എന്ന് പറഞ്ഞാൽ മർമ്മത്തിനുള്ള ദ്രാവക ഭാഗമാണ്. മർമ്മദ്രവ്യം എന്ന് പറഞ്ഞാൽ മർമ്മത്തിനുള്ള ദ്രാവക ഭാഗമാണ്. മർമ്മത്തിനുള്ള ദ്രാവക ഭാഗം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും. മർമ്മകം എന്താ? ആ മർമ്മകം ഗോളാകൃതിയിൽ കാണപ്പെടുന്നു, അല്ലേ? ഇത് റൈബോസോമുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി നോക്കൂ, ആ മർമ്മസ്തരം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മർമ്മസ്തരം എന്ന് പറഞ്ഞാൽ കോശസ്തരം കോശത്തെ പൊതിഞ്ഞിരിക്കുന്നത് പോലെ മർമ്മസ്തരം മർമ്മത്തെ പൊതിഞ്ഞിരിക്കുന്നു. ആ മർമ്മസ്തരത്തിൽ നിങ്ങൾ ചെറിയ പോളുകൾ കൊണ്ടോ, ചെറിയ പോറുകൾ, ചെറിയ സുഷിരങ്ങൾ, രന്ധ്രങ്ങൾ എന്ന് നമുക്ക് പറയാം, സുഷിരങ്ങൾ അഥവാ രന്ധ്രങ്ങൾ കണ്ടോ? ഇത് മർമ്മത്തിനുള്ളിലേക്കുള്ള, മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. മർമ്മത്തിനകത്തേക്ക് കുറച്ച് ആളുകൾ പോകും, മർമ്മത്തിൻ്റെ പുറത്തേക്കും കുറച്ച് ആൾക്കാർ പോകും. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ മർമ്മത്തിലെ പോളുകൾ, പോർസ്, ചെറിയ സുഷിരങ്ങൾ എന്ന് പറഞ്ഞ രന്ധ്രങ്ങൾ. അപ്പം മർമ്മരന്ധ്രങ്ങൾ മർമ്മസ്തരത്തിൽ കാണപ്പെടുന്നു. മർമ്മത്തെ ആവരണം ചെയ്ത കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് മർമ്മസ്തരം. ആ മർമ്മസ്തരത്തിൽ ചെറിയ രന്ധ്രങ്ങൾ അഥവാ പോർസ് ഉണ്ട്. അത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനം, പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ്ടേ, എല്ലാവരെയും കടത്തിവിടില്ല മർമ്മം. ഈ പോറുകൾ, ഈ രന്ധ്രങ്ങൾ എല്ലാറ്റിനെയും കടത്തിവിടില്ല. വലിയ റോളാണ്, ആവശ്യക്കാരെ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പം മർമ്മത്തിനകത്തേക്കുമുള്ള പദാർത്ഥ സംവഹനം, പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനം സഹായിക്കുന്നത് മർമ്മരന്ധ്രങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ഭാഗമാണ്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഭാഗം. അപ്പം മർമ്മദ്രവ്യത്തിൽ ആരുണ്ട്? മർമ്മകമുണ്ട്, ക്രൊമാറ്റിൻ ജാലികയുണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ട്? മർമ്മകമുണ്ട്. മർമ്മത്തിനുള്ള ദ്രാവക ഭാഗമാണ്, അതിൽ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയുമുണ്ട്. മർമ്മകം എന്ന് പറയുന്നത് എന്താണ്? മർമ്മകം എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു. ഇവ റൈബോസോമുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത്? മർമ്മരന്ധ്രം. അത് മർമ്മസ്തരത്തിലാണുള്ളത്. മർമ്മസ്തരം എന്ന് പറഞ്ഞാൽ മർമ്മത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരുപാളികളുള്ള ഒരു സ്ഥലമാണ്. ആ ഇരുപാളികളുള്ള സ്ഥലത്തിൽ കാണപ്പെടുന്ന പോർസ്, രന്ധ്രങ്ങൾ, അതാണ് മർമ്മരന്ധ്രങ്ങൾ. അത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു, സഹായിക്കുന്നു. മറ്റൊന്നാണ് ക്രൊമാറ്റിൻ ജാലിക.
ക്രൊമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്നു. എന്താണ്? വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ജീനുകളെ ഉൾക്കൊള്ളുന്നു. ഈ ജീനുകളാണ് പ്രോട്ടീൻ തന്മാത്രകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ഈ പ്രോട്ടീൻ തന്മാത്രകളാണ് കോശത്തിനകത്തുള്ള ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. അപ്പം അത് ക്ലിയർ ആയല്ലോ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്കും നിങ്ങൾ ഇതൊക്കെ നന്നായി പഠിച്ചു വെക്കുക, നോട്ട് എടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതിൽ ഞാൻ അറിയാതെ ഞാൻ ഈ സ്ലൈഡ് മാറ്റുന്നതിനിടയിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മർമ്മദ്രവ്യം എന്ന് പറയുന്നത് ക്രൊമാറ്റിൻ ജാലികയും മർമ്മത്തിലെ ദ്രാവക ഭാഗമാണ്. അപ്പോൾ മർമ്മദ്രവ്യം എന്ന് പറഞ്ഞാൽ ദ്രാവക ഭാഗം, മർമ്മകം, ക്രൊമാറ്റിൻ ജാലിക. അത് മൂന്നും മൂന്നല്ല, ഈ മർമ്മദ്രവ്യത്തിൽ പെടുന്നതാണ്, ആ ദ്രാവക ഭാഗത്തിൽ പെടുന്നതാണ്. വ്യത്യസ്ത കാര്യങ്ങളാണ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും. പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയോണ്ട് തിരുത്തിയതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്ലാസ്സുകൾ നിരന്തരമായി ലഭിക്കുന്നതിന് നമ്മുടെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.